സംസ്ഥാനത്ത് നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നായ പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യപ്രതി അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ ജയിലിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾക്ക് ഉൾപ്പെടെ കടക്കാനാണ് ഇ ഡിയുടെ നീക്കം. പാതിവിലയ്ക്ക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, മറ്റ് കാർഷിക ഉപകരണങ്ങൾ എന്നിവയെല്ലാം നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് നടന്ന വലിയ തട്ടിപ്പ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത ECIR കേസിൽ പുതിയ നീക്കം. പ്രധാന പ്രതി മൂവാറ്റുപുഴ സ്വദേശി അനന്തകൃഷ്ണനെ ജയിലിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് കേസുകളിൽ റിമാൻഡിലാണ് നിലവിൽ അനന്തു. ഇ ഡിയും അറസ്റ്റ് ചെയ്തേക്കും. കൂടാതെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയും ഉണ്ടാകും. വിവിധ NGOകളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കിയിരുന്നു. ഏകദേശം 50,000-ഓളം പേർ തട്ടിപ്പിന് ഇരയായി എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. സംസ്ഥാനത്താകെ 1,800-ഓളം കേസുകളാണ് പാതിവില തട്ടിപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 500 കോടിയോളം രൂപ വെട്ടിച്ചുവെന്നും വിലയിരുത്തൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെ അനന്തകൃഷ്ണൻ സംഭാവനയായി പണം നൽകിയിട്ടുണ്ടെന്നും കണ്ടെത്തലുണ്ട്. ഇതിലേക്ക് കൂടി ഇ ഡിയുടെ അന്വേഷണം നീണ്ടാൽ പാതിവില തട്ടിപ്പ് കേസ് പുതിയ മാനത്തിലേക്ക് മാറും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.